വെള്ളപ്പയർ കൊട്ട പയറാണ്. അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളപ്പയറാണ് എടുത്തിട്ടുള്ളത്. അവിടെ നല്ല പുഴുങ്ങി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പൂളക്കിഴങ്ങും ഒരു സ്പെഷ്യൽ വെക്കാൻ പൂളക്കിഴങ്ങും മട്ടനും വെള്ളപ്പയറും നമ്മൾ വെക്കുന്നത് ചില പടകൂട്ടാം. അടിപൊളി ഒന്ന് ഉച്ചക്കലത്തെ സ്പെഷ്യലാണ്. പൂളക്കിഴങ്ങ് ഇതാ അരി കൊട്ടി കൊടുക്കുകയാണ്. പൂളക്കിഴങ്ങ് കൊട്ടി കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പൂളക്കിഴങ്ങ് കൊട്ടി പൂളക്കിഴങ്ങ് കഴിക്കുന്ന മത്തം ലേശം മത്തം അതിൻ്റെ വഴുത്ത മത്തനാണ്. കുറച്ച് വെള്ളം ഉച്ചക്കത്തെ ഉച്ചക്ക് ഇതാണ് വിഷം ഉണ്ടാക്കുന്നത്. പച്ചമുളകാണ് നല്ല മഞ്ഞപ്പൊടി മാത്രം ലേശം മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് നല്ലോണം വെന്ത് വേണം. വിസിലടിച്ച് അടിച്ചെടുക്കുകയാണ്. വലിയ കടൽക്കടനാണ്. വലിയ കടൽക്കടന കിട്ടിയാണ്. അതിലൂടെ വേറെ എന്തോ ഒരു പരലുണ്ട്. കടൽക്കട വലിയ കഷ്ണമാണ്. അത് കഷ്ണം വെട്ടിനാലും അതും അങ്ങനെ പൊരിക്കുന്നത്. അതും ഈ കൂട്ടാൻ നല്ല പപ്പടം പൊരിക്കുകയാണ്. അതൊക്കെ സ്പെഷ്യൽ കൂട്ടാൻ നമ്മൾ ലെവലായിരിക്കുന്നത്. നല്ല മത്തനും പൂളക്കിഴങ്ങും കൈ കടന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു വെള്ളപ്പയറൊന്ന് അങ്ങനെ കുടഞ്ഞ് വന്നപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് കൊടുക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ചത് കവളക്കറി ഇത്ര മതി. കറി നല്ല നാട്ടിൽ നിന്ന് പോകുന്ന നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് കുറച്ച് കരിഞ്ഞു. നല്ല പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അതിന് കുറച്ച് വെള്ളത്തിട്ട് ആ കടുകിൻ്റെ ഒക്കെ മണം കിട്ടും. നല്ല രസമുള്ള പടുകൂട്ടാണ് അവിടെ വെച്ചിട്ടുണ്ട്. മത്തനും പൂളക്കിഴങ്ങും വെള്ളപ്പയറും വീട്ടിലെ പടുകൂട്ടാനാണ് കഴിച്ചത്. അടിപൊളിയാണ്. വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സെറ്റാണ്.